ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ ചാനലിൽ സിമ്പിൾ ആയിട്ടുള്ള കേരള ലഞ്ച് മെനു ഐഡിയാസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറി, വഴുതനങ്ങ മെഴുക്ക് വരട്ടി, പിന്നെ മീൻ വറുത്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും ഞാനിതിൽ ചെയ്യാൻ പോകുന്നത്. ഇനി ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് മോരുകറിക്ക് വെള്ളരിക്കയാണ്. അത് ഞാൻ നന്നായിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ മെഴുക്ക് വരട്ടിക്ക് ഞാൻ ഈ വലിയ ഭർത്തയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വഴുതനങ്ങയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വഴുതനങ്ങ വേണമെങ്കിലും ഈ മെഴുക്ക് വരട്ടിക്ക് ഉപയോഗിക്കാം. പിന്നെ മീനിന് ഞാൻ ഉപയോഗിക്കുന്നത് കിളിമീനാണ്. അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയത്. മോരുകറിക്ക് നമുക്ക് കുറച്ച് മോര് വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈരുള്ളത്, അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മീനിന് പുരട്ടാനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് അരിപ്പൊടി, ഇത്രയും സാധനങ്ങൾ വേണം. അത് ഞാനത് ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ മസാല ഡബ്ബ, കടുക്, ജീരകം, മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യം വരും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ മീനിന് പുരട്ടി എടുത്ത് വെക്കാം, മസാല പുരട്ടിയിട്ട് എടുത്ത് വെക്കാം. അപ്പം മസാല അരയ്ക്കാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അരിപ്പൊടി, കുറച്ച് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരിപ്പൊടി എന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ ഈ കിളിമീൻ വറക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാം. മസാല അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മീനിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ മസാല മീനിൽ നന്നായിട്ട് പുരട്ടി എടുത്ത് വെക്കാം. അപ്പോൾ മസാല നന്നായിട്ട് മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിയാണ്. അതിനൊരു മൺചട്ടിയിൽ ഞാൻ വെള്ളരിക്കയും ഒരു പച്ചമുളക് ചീന്തിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളരിക്ക വേകാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് വേകണ വരെ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെള്ളരിക്ക വേകുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈരായതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സിയിൽ ചെറുതായിട്ട് അടിച്ചെടുക്കാം. മോരാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തൈരും ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റെഡിയായി. ഇനി മെഴുക്ക് വരട്ടിക്കായിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ചെറുതാവും. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തോളൂ.
ഇനി ഇത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ബാക്കി വഴുതിരിങ്ങ അതേപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിക്കായിട്ട് ഒരു ചീഞ്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതിരിങ്ങയും പെരിഞ്ജീരകവും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വരും. ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതിരിങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി വഴുതിരിങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. എന്താ വെച്ചാൽ വഴുതിരിങ്ങ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക. ഉപ്പിൻ്റെ അളവ് ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരും. അപ്പോൾ ചെറിയൊരു തള വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള തൈര് അല്ലെങ്കിൽ മോര് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും ഉലുവയും ചേർക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്ന മുളക് ചേർക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പില ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിനി വിളമ്പുന്ന സമയം വരെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് മറ്റേ അടുപ്പിൽ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ സിമ്പിൾ മെനു റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.